ലഫു നീ തക്കാളി കളിക്കുന്നു. അല്ല ഉഫ്ലി നമുക്ക് ബിരിയാണി ആഗ്രഹം. നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ? ബിരിയാണി അതിനത്ര പണിയുണ്ടടാ. പണിയിലുണ്ടായിക്കോട്ടെ, നമുക്ക് ശ്രമിച്ചോക്കാലെന്നാ. നോക്കണാ നോക്കാം. എന്നാ ലഫു ബിരിയാണി ആക്കാം. എന്ത് ബിരിയാണി ആക്കല്? എന്ത് ബിരിയാണി ഇപ്പം ആക്കുക? നമുക്ക് ഒരു വനസുന്ദരീൻ്റെ റെസിപ്പി ഇട്ടില്ലേ മുമ്പ്, അതിൻ്റെ ഒരു ബിരിയാണി ആക്കിയാലോ? ഒരു പുതിയ ഐറ്റം. നല്ല ഐഡിയ. ഒരു പരീക്ഷണം നടത്തിയാലോ? വനസുന്ദരി ബിരിയാണി അല്ലേ? ഓക്കെ. അപ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തമാസ് കിച്ചൻ. സോ അപ്പോൾ അഫു പറഞ്ഞൊരു ആഗ്രഹം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു വല്ലാത്ത ആഗ്രഹമാണ് ഒരു ബിരിയാണി ആക്കൽ. ഇതുവരെ ഒരു ബിരിയാണി ആക്കിയിട്ടില്ല. നമ്മൾ നോക്കാം, കുറച്ചൊക്കെ അറിയാം. ഇപ്പോൾ വനസുന്ദരി ഉമ്മ നേരത്തെ ഒരു റെസിപ്പി ഇട്ടുണ്ടായിരുന്നു, വനസുന്ദരി ചിക്കൻ വനസുന്ദരീൻ്റെ. അപ്പോൾ അത് വെച്ചുള്ളൊരു ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണീൻ്റെ മെയിൻ സാധനം നമ്മളെ വനസുന്ദരി ആക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ കഴുകി വൃത്തിയാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ക്രോസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനിടെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ മെയിൻ സാധനമായ മല്ലിച്ചപ്പും പൊതിനയുണ്ട്. ഒന്നരച്ച് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കാം. പിന്നെ നമുക്ക് ഈ ലെമണും കൂടി മുറിച്ചിട്ട് ഇതിൻ്റെ നീരൊന്ന് ഇതാക്കാം. ഇതിൽ കത്തി നോക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊന്ന് ലെമൺ ചേർത്ത് കൊടുക്കാം. ഇതിനുശേഷം 1 സ്പൂൺ കോൺഫ്ലവറാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് മൊത്തം മിക്സ് ചെയ്തെടുത്തിന്. മുഫ്ലിയായ ആയിക്കോണ്ടിരിക്കും വേഗം. നമുക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ തിരിച്ചടി പാടില്ല കേട്ടോ. എൻ്റെ കണ്ണിരിക്കാൻ തുടങ്ങി. കണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലോണ്ട് ഞാൻ തന്നെ. നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കണ്ണ് എറിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ചൂടാകാൻ കാത്തിക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായിട്ടുണ്ട്. നമ്മൾ ഓയിൽ ചൂടായൊന്ന് നോക്കാം. ആയിട്ടില്ല, കുറച്ചും കൂടി ആവാനുണ്ടെന്ന്. അപ്പം എൻ്റെ പണി കഴിഞ്ഞേ. എന്ത് ഉള്ളി കുറച്ചിന് കുറച്ച് കണ്ണയും ചെയ്തു. എൻ്റെ പണി കഴിഞ്ഞു. ഉള്ളി കഴിഞ്ഞു. ചൂടായിട്ടുണ്ടാവും ഇത്. പിന്നെ നമുക്ക് ചൂടായി തോന്നും. അപ്പോൾ നമുക്കിത് നെറ്റ് കൊടുക്കാം. പിന്നെ ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ടത്. ഓക്കെ, നമ്മളപ്പോൾ ജീരകെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മെല്ലെ മെല്ലെ നെറ്റ് കൊടുക്കാം. അയ്യോ, ഏതാണല്ലോ നമ്മുടെ വായിക്കാം. പൊള്ളിപ്പോയ പൊള്ളി. ഈ സ്ഥലമുണ്ടോ? എല്ലാം ചിക്കൻ കൊണ്ടില്ല. ഓക്കെ, ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം.
നമുക്കിത് മറിച്ചിടാം. വന്നിട്ട് നോക്കല ഉപ്പി ഇതിന് മറിച്ചിട്ട് ആഹാ നല്ല മണക്കുണ്ട്. അടിപൊളിയുണ്ടല്ലേ, കാണാനില്ലേ? നല്ല മണമുണ്ട്. ഫുള്ള് അടിക്കുന്നുണ്ടല്ലേ. പുതിനേൻ്റെ സ്മെല്ലുണ്ട്, ജീരകത്തിൻ്റെ അടിപൊളി സ്മെല്ല്. സൂപ്പറായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്കൊന്ന് മെല്ലും തുറന്നാക്കാം. അയ്യോ അടിപൊളി, സൂപ്പറാ. സൂപ്പർ. നല്ല സ്മെല്ല് അടിപൊളി. നിങ്ങൾ കൂട്ടിയാക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നല്ല രാത്രി ഉണ്ട്, നമുക്ക് കുറച്ച് ലേറ്റായി പോയി ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിത് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കൻ ഒന്ന് മാറ്റി വെക്കാം. ഫ്രീപ്പറം പിടിച്ചു. ഈ ഓയിൽ കളയണ്ട തോന്നുന്നല്ലേ. ഈ ഓയിൽ മറ്റേ മസാലയൊക്കെ മസാലയൊക്കെ വേണ്ടിയിട്ട് വേണം. ഓക്കെ, നമ്മളെ മെയിൻ സാധനം മനസ്സുന്ദരിയുടെ റെഡിയായി. നമുക്ക് റൈസ് മസാലയാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ നമുക്ക് ഈ പ്രാവശ്യം നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മോസ്റ്റ്ലി മസാല ഇടാണ്, ഞാൻ ഇവിടുന്ന് റൈസ് ഉണ്ടാക്കാനാണ്. ഓക്കെ, അപ്പം എൻ്റെ ഓണിയൻ ഇടുന്നുണ്ട്. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് ഫ്രൈ ആയി ഇടുന്നുണ്ട്. വെളിച്ചില്ലടാ. നല്ലോണം മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വേഗത്തിൽ നമ്മൾ ഇതായിട്ട് വരും. ഫ്ലെയിം ഓർക്കാം. അപ്പോൾ നമുക്കിവിടെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ലൈറ്റ് വയ്ക്കില്ലേ? ഓക്കെ, നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകെല്ലാം പേസ്റ്റ് ചെയ്ത് 1 ടീസ്പൂണുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം എൻ്റെ ഇത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മസാല വെച്ചു കൊടുക്കാം. നമുക്ക് ഫ്ലെയിം കൂടി കൊടുക്കാം. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പൈസ് പെരുജീരകം കർഡമോൺ അങ്ങനത്തെ കുറച്ച് ഇട്ട് കൊടുക്കാം. എനിക്കായി തോന്നുന്നേ. നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് നമ്മളെ തക്കാളിയുടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഓക്കെ, ഇപ്പോൾ വെളിച്ചം വന്നു. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തില് 1 കപ്പ് വെള്ളമാണ്. അപ്പോൾ അരി എന്ന് വെച്ചാൽ അര കപ്പ് അരിക്കാണ് 1 കപ്പ് വെള്ളം. അപ്പോൾ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് 1 സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. ഇതിൻ്റെ അയലഫോ ആൻറ്റി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആയിട്ടുണ്ടല്ലോ നോക്കി. അപ്പോൾ ഇനി ഇതിന് മെയിനായിട്ട് ആവശ്യം എന്ന് പറയുന്നത് നമ്മളെ മല്ലിച്ചപ്പും പൊതിനാക്കി പേസ്റ്റാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് കളറെല്ലാം വരാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. നന്നായി ഒന്ന് ആക്കി കൊടുക്കാം.
അപ്പോൾ നേരത്തെ കുറച്ചുണ്ടായി, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളോടെ കളി നമ്മൾ വിടുമോ? ഇതും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ നമ്മളെ മനസ്സുന്ദരി ബിരിയാണീൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മല്ലിച്ചപ്പ്, പുതിന, അങ്ങനത്തെ ഐറ്റംസ്. നല്ല കളർ വരാൻ, സ്മെല്ലൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അതെല്ലാം വരാൻ വേണ്ടിയിട്ട് ഈ 2 സാധനം മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇത്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് ഈ നമ്മുടെ അരി ഒന്ന് ക്ലീൻ ചെയ്യാം. മുക്കാക്കാട് എടുത്തോട്ടോ പുളി വെള്ളം. എൻ്റെ അപ്പവും വല്ലാത്ത പണി പോയിട്ടാണ് എൻ്റെ ആഗ്രഹം. വല്ലാത്ത ആഗ്രഹം പോയി. എന്തായാലും തുടങ്ങി വെച്ചില്ലേ, അത് തീർത്തിട്ട് പോവാം. ഓക്കെ, പൂണെന്നില്ല. നല്ല ചന്ദ്രനുണ്ട്. രാത്രി ആയിപ്പോയി അല്ലേ? വെളിച്ചുണ്ട്. അടിപൊളി. എൻ്റെ വല്ലാത്തൊരു ആഗ്രഹം. നല്ല രസമുണ്ടല്ലോ. ഒത്തായിട്ടുണ്ട് നല്ല. ഇതാ, അപ്പം നമ്മൾ അരിയിടാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് വന്നിട്ടുണ്ടല്ലോ പുളി. ഇത് നമ്മുടെ ബസുമതി റൈസാണ് കേട്ടോ. നമ്മൾ ഇതിൽ മനസ്സുന്ദരി ബിരിയാണിക്ക് ഉപയോഗിക്കുന്നത്. ഇതാ മുഫ്ലി, അതാ മൊത്തം ക്ലീനൊക്കെ ഇടാ മതി. അരി കളയല്ല. പൊത്തല്ലേ? അതില്ലേ അടച്ചു വെക്കാനായില്ലേ? ആ, അടക്കി കഴിഞ്ഞില്ല. അതിനെ അടച്ചു വെച്ചോ. ഇല്ലേ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പ് കുറവാടാ. ഞാനിട്ടില്ല. കുഴപ്പം. ആ, കുറച്ചിട്ടേ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതാക്കാം അല്ലേ, ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് അടച്ചു വെക്കാം. നമുക്കിതിലേക്ക് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിക്കണം. ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വെള്ളം മാറ്റി വെച്ചാൽ കുരുമുളക് അത് 1 ടീസ്പൂൺ. ആ, ഓക്കെ. ഇനി ഗരം മസാല ഇത് ഗരം മസാല ആണ്. ഇതിന് ഈ ഗരം മസാല ഈ പൗഡറേ ഉപയോഗിക്കുന്നുള്ളൂ. മല്ലിപ്പൊടി മറ്റേ വേറൊന്നും പൗഡറൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല. അതാണ് ഈ ബിരിയാണീൻ്റെ ഇതൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ പൊടികളായിട്ട് ചേർക്കുന്നത് നേരത്തെ ചേർത്ത കുരുമുളക് പൊടിയും ഗരം മസാലയും ചെറിയൊരു പീസ് മാഗി ക്യൂബാണ്. അതാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. വേറെ ഈ മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസൊന്നും ഇതിൽ ആവശ്യമില്ല, ഇടുന്നില്ല. ഇതിലേക്ക് മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ പറഞ്ഞ മസാലയിലൊന്ന് 3 ഇതും കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മളെ മസാല എന്ന് പറയുന്നത് ഇതാണ്. ഇത് റെഡി ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ വനസുന്ദരി സുന്ദരിയായിട്ടുണ്ട്. വന്നിട്ടുണ്ട്. നമുക്കിതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മേലെ ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗീയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 5 പീസ് എടുത്തിട്ടുള്ളൂ, 6 പീസ്. അതിനൊക്കെ അതിൻ്റെ ആളെ ഇടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 3 ആളേ ഇല്ലു, അതുകൊണ്ട് ഇത്ര കുറച്ചായിട്ട് വെക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൂട്ടി വെക്കാം അല്ലേ? ഓക്കെ, അടച്ചു വെക്കാം. അടച്ചു വെക്കാം. അടച്ചു വെക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ചോറും മസാലയുടെ ചിക്കൻ വരാനുണ്ട്, റെഡിയായി വരുന്നുണ്ട്. മസാല ഒന്ന് നന്നായി ഒന്ന് ഇറങ്ങി വരട്ടെ. അതുവരെ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട്.
അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ പാടാണ് വെറുതെ ഇരിക്കുമ്പോൾ അവർക്ക് ബോറടിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പാടാം. ചെറിയ 4 വരി ഉണ്ടാവും. അപ്പോൾ നമ്മളോടൊന്നും തോന്നില്ലേ? എല്ലാം പടയിട്ടുള്ള എല്ലാ കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല്ല ജലാലായ തമ്പുരാനേ എല്ലാം പടയിട്ടുള്ള എല്ലാ കൂടയോനെ എല്ലാവർക്കും കാരുണ്യം ഏകുന്നോനെ എൻ്റെ ജല ജലാലായ തമ്പുരാനേ പൊള്ളുന്ന നോവിനാലുള്ള കരിയുന്നു പെരിയോനെ നിന്റെ ചുടുറോതൊന്നു എൻ്റെ ബാക്കിയറിയോ? അപ്പൊ ഇത്രയും ലിറിക്സ് എല്ലാം അറിയും. ഇഷ്ടപ്പെടുന്ന കമന്റ് ചെയ്യാ. പാട്ടിൽ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇങ്ങനെ നടത്തേണ്ടത്. ചോറ് നോക്കി പാട്ട് പാടാനൊക്കെ കൊളയാക്കല്ല. അതില്ലേ മസാല ഒക്കെയാ? മസാല നോക്കണില്ല. മസാല റെഡിയാക്കി. അപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഉമ്മമാരെയാണ്. ഇത് ഉമ്മാക്ക് പറഞ്ഞെടുത്ത് നല്ലൊരു സംഭവം. ഇത് എന്നുവെച്ചാൽ എല്ലാം ബാലൻസ് ചെയ്യും. എരിവുണ്ടെങ്കിൽ പുളി ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിൽ നോർമലാവും. നല്ല നോർമലാക്കി തരും. ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മറ്റേ കൊടുക്കാം. ഇത് വേണ്ട, ഇത് വൃത്തിക്കാം. നമുക്ക് സെർവ് ചെയ്യാം. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ റൈസ് ദമ്മേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അഫു നമുക്ക് അഫുവിനെ ഇതിലാക്കാൻ വേണ്ടി വിളിക്കാം. ഒരു 5 കിലോമീറ്റർ നമുക്ക് പഠിച്ചല്ലേ? സൂപ്പറായി. ചോറ് റെഡി ഇതായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മസാലയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ടെടുക്കാം. ഏതാടാ കാലത്? അത് എനിക്കാണ് അഫു. കാലെല്ലാവർക്കും ഉണ്ട്. കാലുണ്ടല്ലേ? വെറുതെ കാല് കുറേ വെച്ച് നമുക്കറിയില്ല മുഫ്ലിക്ക് വേണമെന്ന്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ദമ്മിടാണ്ട് ഈ രൂപത്തിലാക്കുന്നത് അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മ ആക്കി നമുക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. അടിപൊളിയുണ്ട് കാണാൻ തന്നെ. പക്ഷെ ലേറ്റായി പോയി അല്ലേ? ഇതിൻ്റെ ശേഷം മനസ്സുന്ദരി ചിക്കൻ മനസ്സുന്ദരി ബിരിയാണി വരെ റെഡി ആയിട്ടുണ്ട്. ഓ ടണ്ടട നല്ല അടിപൊളിയായിട്ടില്ലേ? കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കെന്നത് ടേസ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിന് ഡെക്കറേഷൻ ഒന്നും വേണ്ടല്ലേ? മല്ലിച്ചപ്പില്ല മൊത്തം തീർത്തില്ലേ മസാലക്ക് വേണ്ടിയിട്ട്? ഇപ്പോൾ ടൊമാറ്റോ ഇല്ലേ അത് വെച്ച് ചെയ്യാം. ടൊമാറ്റോ കൊണ്ട് ചെയ്യാം. ഡെക്കറേഷൻ ഇതിൽ കാണിക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മനസ്സുന്ദരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ വല്ലാത്ത ആഗ്രഹം. എന്താ രാത്രി സമയം 8:30 മണിയായി. ഇപ്പോൾ തുടങ്ങിയത് 5:30 തോന്നുന്നു. 5:30 തുടങ്ങിയിട്ട് ഇപ്പോൾ 8:30 വല്ലാത്ത ആഗ്രഹം ഇപ്പോൾ ഇട്ടപ്പോൾ എന്നാലും നമ്മൾ സാധിച്ച്. നമ്മൾ രണ്ടാളും കൂടി സഫലീകരിച്ച്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഷെഫിനെ വിളിക്കാം. കുട്ടി ഷെഫിനെ വിളിക്കാം. ആ ഷെഫേ മേബു വന്നോ? വാ. ഇതെങ്ങനെയുണ്ടെന്ന് പറയും ടേസ്റ്റ് ചെയ്യാം. നമ്മുടെ ഷെഫിയുടെ ചെക്ക് ചെയ്യുന്നുണ്ട് ഫുഡ് എങ്ങനെയുണ്ട്. ഷെഫ് ഇത് ഒന്ന് കഴിച്ചു. മസാല എങ്ങനെയുണ്ടെന്നാ മുതലാക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ടല്ലേ? സൂപ്പറല്ലേ? ഇനിയോ ടേസ്റ്റ് എല്ലാം ചെയ്തിട്ട് പോയിട്ടുണ്ട്. നല്ല അടിപൊളി നല്ല പറഞ്ഞത്. ആ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കന് പ്രത്യേകം ക്ലിക്ക് ചെയ്യണം. എന്നാലേ നമ്മൾ ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അടിപൊളി. നമ്മളിത് കഴിച്ചിട്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കഴിക്കാൻ വന്ന ഭക്ഷണം റെഡിയായി.
കുളിച്ച് വന്ന് ഫ്രഷ് ആയിട്ടുള്ളൂ. കഴിക്കാൻ പോയെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പാലപ്പം. അടിപൊളി ഭക്ഷണം, സൂപ്പറായ ഭക്ഷണം, അടിപൊളി റെസിപ്പി. ഇത് ഉമ്മ പറഞ്ഞ റെസിപ്പിയാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി വനസുന്ദരിന്റെ റെസിപ്പി അറിയുന്നില്ലെങ്കിൽ മുമ്പേ ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ടോപ്പിൽ തന്നെ ഉണ്ടാവും. അത് നോക്കുക, വാച്ച് ചെയ്യാം. ഇവിടെ ഉണ്ടാക്കാൻ നോക്കാം, അടിപൊളിയായിട്ടുണ്ട് ബിരിയാണി. അപ്പോൾ ചിക്കൻ്റെ ജീരകത്തിൻ്റെ ചോല നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ചിക്കൻ്റെ സ്മെല്ലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാം നോക്കുമ്പോൾ സൂപ്പറായിട്ടുണ്ട്.